പണ്ട് ഞങ്ങൾ അമേരിക്കയിൽ ഒരു ഷോയ്ക്ക് പോയിട്ടുണ്ട്. ഒന്നിച്ചൊരു ഷോയ്ക്ക് പോയിട്ടുണ്ട്. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അപ്പൊ അവിടെ ഷോപ്പിങ്ങിന് പോയപ്പോ രമേശ് ചേട്ടൻ എല്ലായിടത്തും നേരത്തെ പോയി പരിചയമുള്ളതുകൊണ്ട് എടാ എന്റെ കൂടെ വാ ഞാൻ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു. അതിലും ഇതിലൊക്കെ കൊണ്ടുപോകട്ടോ. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ. പുള്ളി പല പല സാധനങ്ങൾ മേടിക്കുന്നു. അപ്പൊ ആര്യ ഉണ്ട്, നാദർഷൊക്കെ ഉണ്ട്, ജയറാമേട്ടൻ ഉണ്ട്, കാളിദാസൻ ഉണ്ട്, ഞാനും ബിബിനും ഒക്കെ ഉണ്ട്. എന്നിട്ട് പുള്ളി ഭയങ്കരമായ ഷോപ്പിംഗ്, പല പല സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് എല്ലാവരും. അപ്പൊ ഞാനൊക്കെ വെറുതെ വിൻഡോ ഷോപ്പിംഗ് കേട്ടോ, നടന്ന് കാണാലോ. ഞാൻ സത്യം പറയട്ടെ, ഫൈനാൻസിയേഴ്സിന്റെ ഇടയിൽ ഞാനൊരു കന്യകനാണ്. ഞാൻ ഇന്നേവരെ ആർക്കും 10 പൈസ കൊടുത്തിട്ടില്ല. രമേശ് ചേട്ടൻ മേടിച്ച ഐറ്റംസ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ബാഗ് കാണിച്ച് വൈഫിന് മേടിച്ചാന്ന് പറഞ്ഞേ, ഗോൾഡൻ കളർ പോലത്തെ ഒരു ബാഗ്. ഓർക്കല്ലേ? ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. അതെല്ലാരും കളിയാക്കി. പിന്നെ ഈ കളർ ബാഗുമായിട്ട് വന്ന സൗമ്യ ഓടിക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി എന്റെ വൈഫിന്റെ ടേസ്റ്റ് എനിക്കറിയാം എന്ന് പറഞ്ഞ് പുള്ളി അതായിട്ട് പോവുകയും ചെയ്ത്. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. കുറച്ചാൾ കഴിഞ്ഞ് ഷോ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നു. അത് കഴിഞ്ഞ് പിന്നെ രമേശന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ജോലിയും കഴിഞ്ഞാൽ വീട്ടിലെ ചേച്ചി പോണ്. അപ്പൊ ഈ ബാഗ് ആ ചേച്ചിയുടെ തോളത്ത് എടുക്കാട്ടോ. ജോലിയും കഴിഞ്ഞാൽ വീട്ടിലെ ചേച്ചി പോണ്. അപ്പൊ ഈ ബാഗ് ആ ചേച്ചിയുടെ തോളത്ത് എടുക്കാട്ടോ. ആ ജോലിക്ക് ചേച്ചി ചേട്ടാ ചേട്ടന് വൈഫിന്റെ ടേസ്റ്റ് അറിയാതാണോ പറഞ്ഞേ? ഇല്ലേ ചമ്മി ഇവിടെ ഇരുന്നാ പോരെ. നിനക്ക് ഗുരു കൊണ്ട് പോകൂടാ. ചേട്ടന് വൈഫിന്റെ ടേസ്റ്റ് അറിയാതാണോ പറഞ്ഞേ? ഇല്ലേ സൗമ്യജി എടുത്ത് എറിഞ്ഞെടുത്ത് കളറാ. എനിക്കൊക്കെ വേണ്ട വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ.